കൂടോത്രം എന്ന് പറഞ്ഞ സിനിമ വരാൻ പോവാണ്. അപ്പൊ വീണ ചേച്ചി, ഇപ്പൊ നേരത്തെ ഞാൻ ബൈജു ചേട്ടന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബൈജു ചേട്ടനെ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് സിനിമയിലൊക്കെ കാണുന്നതാണ്. അപ്പൊ ഒരു ഡയറക്ഷനിലോട്ട് ബൈജു ചേട്ടൻ വരികയാണ്. അപ്പൊ എന്താണ് കൂടോത്രത്തെ പറ്റി പറയാനുള്ളത്? ഞാൻ കൂടോത്രത്തില് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇന്ന് വരെ ഞാൻ മലയാള സിനിമയിൽ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടാണ് ഇതുകൂടെ ചേർത്ത് എന്റെ 8ാമത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. അല്ല ജീവിക്കാൻ പറഞ്ഞല്ല, പക്ഷെ ഇതിനകത്ത് കുറച്ച് നോർമൽ പഞ്ചായത്ത് നല്ല കാര്യമല്ല. അതെ 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 അതെ. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോ വീണ ചേച്ചിയുടെ മുഖാണല്ലോ. അങ്ങനെയെങ്കിലും എന്നെ പടത്തിന് വിളിക്കുന്നുണ്ടോ? അതുകൂടെ ഇല്ലാതെ വിളിക്കൂല. അല്ല, ഇതിനകത്തെ ക്യാരക്ടർ നോർമലി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, കുറച്ച് ചേഞ്ചസ് ഉണ്ട് അതിനകത്ത്. അതായത് നോർമലി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് പൊട്ടത്തരം പറഞ്ഞ് പോകുന്നതിനപ്പുറം ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ളത്. പിന്നെ ബൈചേട്ടനെ എനിക്ക് 2011 മുതൽ ബൈചേട്ടനെ എനിക്ക് അറിയാവുന്ന ആളാണ്. ഡയറക്ഷൻ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ബൈചേട്ടനെ ലൊക്കേഷനിൽ വെച്ചിട്ട് കണ്ടിട്ടാണ് എനിക്കറിയാവുന്ന ഡയറക്ടറാണ് പുള്ളി. അതിനകത്ത് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. അത്ര സീരിയസ് ആയിട്ടൊരു ക്യാരക്ടർ. ഇത് മൂന്നും കൂടെ ഒരാൾ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതെങ്ങനെയാ നമ്മൾക്ക് ആ സമയത്തൊക്കെ ഞാൻ അവിടെയൊക്കെ ഒന്ന് ബഹളം വയ്ക്കുകയും വർത്താനം പറയും, ഞാൻ ബൈച്ചോടനെ വഴക്ക് പറയും, ഞാനും ബൈച്ചോടൻ ഒരു ദിവസം ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പ്രൊഡക്ഷൻ തുടങ്ങി ഒരു പ്രൊഡ്യൂസർ എന്നൊരു ലെവലിൽ വന്ന് ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോഴാണ് ആർട്ടിസ്റ്റുകൾ ചിരിച്ച് സമയം കളയുമ്പോൾ വേദന മനസ്സിലായത്. ഞാൻ എത്രയോട്ട് പറഞ്ഞു ഡയറക്ടറെ ബസ്സിൽ സൈജോട്ടാ അവന്മാരോട് പറ വന്ന് ഷോട്ടിനൊക്കെ 10 മണിക്കുമ്പോഴാണ് വരുന്നത് എല്ലാവരും. നിന്റെ ഭർത്താവ് ഉൾപ്പെടെ നീ ചിരിക്കണ്ട, നീച്ചിട്ടുണ്ടായിരുന്നതിനകത്ത്. അപ്പൊ ആ ബുദ്ധിമുട്ട് എനിക്ക് അപ്പോഴും അല്ല സീരിയസ് ആയിട്ട് പറയാം, ലൊക്കേഷനിൽ ഒരു 10 മിനിറ്റ് ആർട്ടിസ്റ്റ് വൈകി എത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസർ എന്നൊരു വേഷം ഇടുന്നതിന് മുന്നേ എനിക്ക് മനസ്സിലായിട്ടില്ല. അത് നമ്മൾ പറഞ്ഞ് പങ്ക്ച്വാലിറ്റി അങ്ങനെ ഭയങ്കര 6 മണിക്കെന്ന് പറഞ്ഞാൽ 5:59 വരുന്ന ആളൊന്നും അല്ല ഞാൻ. 6 മണിക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ച് താമസിക്കാറുണ്ട്. പക്ഷെ അത് മാറി ഈ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്തുകൊണ്ട് ബൈജു ചേട്ടൻ അന്ന് നമ്മളോട് വഴക്ക് പറഞ്ഞെന്നും പുള്ളി എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നും അതിൻ്റെ കൂടെ അഭിനയം കൂടെ വന്നപ്പം പുള്ളി എന്തുമാത്രം ടെൻഷൻ അടിച്ചിരിക്കാമെന്നും ഇപ്പം മനസ്സിലാവുന്നുണ്ട്. അതുകൂടെ ഇപ്പം ഡിസ്ട്രിബ്യൂഷനും ബൈച്ചേട്ടനാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും തോന്നത്തില്ല 2ാമത്തെ പടം 3ാമത്തെ പടം എന്നാണ് ബൈച്ചേട്ടൻ 3ാമത്തെ പടം അല്ലേ 2013 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ ഡയറക്ടർ. പക്ഷെ ഇത്രയും ഈ 2ാമത്തെ പടത്തിലും ഇത്രയും എനിക്ക് തോന്നുന്നു ചില ദിവസങ്ങളിൽ 155ഓളം ആൾക്കാർ ആ ലൊക്കേഷനിലുണ്ട്. ഈ 155 പേരെ പല സെക്ഷനിലുള്ളവരെ ഹാൻഡിൽ ചെയ്യുന്നത് എന്തായാലും ഒരു ഡയറക്ടറിന്റെ കഴിവ് തന്നെയാണ്. ഇത് ഭയങ്കര ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. രാവിലെ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഫസ്റ്റ് ഇപ്പൊ ഞാൻ നേരത്തെ ഇന്റർവ്യൂ തുടങ്ങിയ സമയത്ത് എന്റെ ആയിരുന്നു ആദ്യം ഇന്റർവ്യൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ബൈജു ചേട്ടൻ തുടങ്ങിയത്. ഒരുപാട് സ്ട്രഗിളിങ് 1 ഇയറിൽ ഉണ്ടായിട്ടും ഈ പ്രൊജക്ട് ഇപ്പം വെളിയിൽ വരാൻ തന്നെ കാര്യം പുള്ളിയുടെ പ്രാർത്ഥന കൊണ്ടാണ്. അത് ഉറപ്പായിട്ടും അതെ. നമ്മുടെ ലൈഫിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളത് ഭയങ്കര സംഭവം. ഓൾവേസ് പുള്ളി അങ്ങനെ എപ്പോഴും താങ്ക്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും ദൈവത്തിന്. പുള്ളി വിശ്വസിക്കുന്ന ദൈവത്തിനോട് എന്ത് ശക്തി, ആ ശക്തിയോട് താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും വലിയ വിജയം. വൺസ് ഇത് ഓക്കെ ആവും. ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇപ്പം ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ, സുധിയുടെ ക്യാരക്ടർ ആണെങ്കിലും ലക്ഷ്മിയുടെ ഞാൻ വേറെ കാര്യം ഇതിന്റെ അല്ല എനിക്കിപ്പോ ഒരു കാര്യം പറയാണ്ട്. വീണ കറക്റ്റ് കാര്യം പറഞ്ഞത്. ഇപ്പൊ പ്രൊഡ്യൂസറിന്റെ സമയത്തിന്റെ കാര്യം പറഞ്ഞില്ലേ. പക്ഷെ വീണ നാളെ തൊട്ടേക്ക് ഇന്ന് വന്ന് 11:30 നാളെ മുതലാണത് വരാൻ പോണ. അത് പ്രാബല്യത്തിൽ വരാൻ പോണെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ച ആ സിനിമ തൊട്ടല്ല ഇന്ന് വന്ന് 11:30 10 മണിക്ക് പറഞ്ഞായിരുന്നു. ഞാൻ ഒരു മിനിറ്റ് വരരുത് കേട്ടോ, ഡ്രസ് വന്നില്ലായിരുന്നു. ഡ്രസ് വരാൻ പറ്റുമോ? അല്ല ഞാൻ 10:30 അതെ അതെ 10:45 ആശുപത്രി അമ്പലം ഒഴുകി ആശുപത്രി അമ്പലത്തിൽ മാത്രം കുളാബ് കിട്ടത്തില്ല. ആശുപത്രി കിട്ടും, അതിനെ കിട്ടും, ആശുപത്രി കിട്ടും. എക്സ്പീരിയൻസ് പറഞ്ഞുതരാം ഓരോന്നിനും. ആശുപത്രി പോണ്ട, അല്ല നമ്മള് മാട്രിന്ന് പോണു. അല്ല കൊളാബുള്ളത് മരിച്ചു കിട്ടിയ ഒരു പോളു ആൻഡപ്പെന്നാണ് മരിച്ചു പോയില്ലേ കൊളാബില്ലെന്ന് പറഞ്ഞു. അല്ല അയൽവക്കത്ത് മറ്റേ ചേട്ടൻ ഞാൻ പറയരുതെന്ന് പറഞ്ഞു.
അല്ല ഈ ഒരുപാട് ഈ ലൊക്കേഷനില് ഇവരൊക്കെ ഞാൻ കുറച്ച് ദിവസമാണ് എനിക്കൊന്ന് 8-9 ദിവസം ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവര് പക്ഷെ ഈ 8-9 ദിവസം പാറപ്പുറത്ത് വെയിലുള്ളിച്ചായിരുന്നു. ആദ്യം ഇവിടെ ഞാൻ എനിക്ക് അത്ര ഇല്ലായിരുന്നു. എനിക്ക് ഇവർ ഒരുപാട് സ്ട്രഗിൾ തോന്നുന്നു ചെയ്തു. പറയണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരുമാണ് വലിയ ബുദ്ധിമുട്ടാതെ വലിയ വന്നിട്ട് പോകും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പക്ഷെ അത് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. പക്ഷെ ഇവര് ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ചെറിയ വെയിലൊന്നും അല്ല നമ്മൾ ഈ പറയണ പോലെ. ഇപ്പൊ ഇവ UK വന്നോണ്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുള്ളത് പറയണ്ടപ്പോ ചൂട് പെട്ടെന്ന് വരുമ്പോൾ അല്ല എനിക്ക് അല്ലെങ്കിൽ തന്നെ ബോഡി ഹീറ്റ് കൂടുതലുള്ള ആളാണ്. ചൂട് കൂടുതലുള്ള ബിഗ് ബോസ് കണ്ടല്ലേ? ചൂടാ തമാശക്ക് സീരിയസ് എടുക്കാതിരിക്കല്ലേ? ഒരു പറ്റുന്നതും വെയിൽ കൊള്ളാതെ ഇങ്ങനെ മാറി 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 കുറച്ച് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞു കാമുകിയും കാമുകനും ഇരിക്കുന്നുണ്ടോ ക്രഷ് മാത്രം. അതെ ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. ക്രഷ് പക്ഷേ ഇത് കാമുകിയും കാമുകനാണെന്ന് മാത്രം അറിഞ്ഞിട്ട് ജെൻസി ആയിട്ട് വന്നേക്കുവാ ഓ കേട്ടാ അല്ലേ? അല്ലേ അതാണ് അടിപൊളിയായിട്ടല്ലേ വന്നേക്കണേ. ഇങ്ങനെയൊക്കെ കാണാൻ കിട്ടാറില്ല. കോലം കെട്ട കിടക്കുന്ന എപ്പോഴും. കുറച്ച് ജെൻസി അവിടെ നല്ലതല്ലേ, ഇപ്പത്തെ ആളുകൾ പിടിച്ചു നിക്കണ്ടല്ലോ ചേട്ടാ. അപ്പൊ ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വീട് അല്ല ഈ ഇടുക്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ഒരു മലയോര ഗ്രാമമാണല്ലോ. അപ്പൊ അവിടത്തെ ഇപ്പൊ എത്രത്തോളം ഡിഫറെന്റ് ആയിരുന്നു ആ ഒരു ക്യാരക്ടർ? ഭയങ്കര ലൗഡ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടുത്തെ ക്യാരക്ടർ ആളുകളൊക്കെ. അപ്പൊ അവിടുത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ലൗഡായിരുന്നു മൊത്തം. അല്ല എന്റെ സീരിയസ് ആയിട്ട് അവിടുത്തെ നാട്ടുമ്പുറമാണല്ലോ. ഇപ്പൊ ഞാൻ കോട്ടയം. ഇപ്പം കോട്ടയത്തും പിന്നെ കോട്ടയത്ത് നിന്ന് അങ്ങോട്ട് കിഴക്കോട്ട് മാറിക്കഴിഞ്ഞാല് എവിടെ എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചിട്ട് എന്നാ വെച്ച് വീട്ടിൽ എന്നാ ഉണ്ട്, അമ്മ എന്നാ പറയുന്നത്, ഇന്ന് എന്നാ കഴിച്ച് എല്ലാം പറഞ്ഞിട്ട് വിടുള്ളൂ. പിന്നെ എല്ലാവരും ശബ്ദം കൂടുതലാണ്. ഇപ്പൊ എനിക്ക് ഇവരെക്കാളൊക്കെ ശബ്ദം കൂടുതലാണ്. അതിന്റെ കാര്യം നമ്മുടെ എല്ലാവരും ഒച്ച കൂട്ടിയാണ് സംസാരിക്കുന്നത്. അത് പണ്ട് ഈ മലയോര പ്രദേശത്തിൽ ഈ ഒച്ച കൂട്ടി സംസാരിക്കാൻ കാര്യം, ഈ മലയിൽ ഒരു വീടാണെങ്കിൽ അടുത്ത മലയിലായിരിക്കും അടുത്ത വീട്. സോ ഇവിടുന്ന് അങ്ങോട്ട് ത്രോ ചെയ്ത് സംസാരിച്ച് എടീ അവിടെ എന്നാ കഴിക്കാൻ ഈ സാധനം. പക്ഷെ അവര് എത്ര തലമുറ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇപ്പൊ വഴി വെച്ചാലും ഇവിടുന്നുണ്ടല്ലോ തെക്കോട്ട് വെച്ച് പിടിക്കണം, പിന്നെ അവിടുന്ന് വലത്തോട്ട്. അപ്പൊ നമ്മുടെ ശങ്കരൻ ചേട്ടൻ ചായക്കട കാണും, അവിടുന്ന് പിന്നെ ഇടത്തോട്ട് ചെറിയ എന്താ തൊണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ റോഡ്, ചെറിയ റോട്ടിൽ കൂടെ പോയിട്ട് കിഴക്കോട്ട് നോക്കുമ്പോ കാണുന്ന വീടാണ് നിങ്ങൾ. ഏതാന്ന് മനസ്സിലാവില്ല, ഇത് കിഴക്ക് അങ്ങനെ അവിടെ പറയാ. അവിടെ കിഴക്ക് ഭയങ്കര വ്യത്യാസമാണ് അവിടുത്തെ സംഭരം. ഇപ്പോഴും ഭയങ്കര പച്ചയായ ഗ്രാമം എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരുപാട് നല്ല ഗ്രാമങ്ങളുള്ള സ്ഥലമാണ് ഇടുക്കി. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിന്റെ അവിടുത്തെ പച്ചയായ മനുഷ്യരുടെയും കഥയാണ് കൂടോത്രം എന്ന് പറഞ്ഞ സിനിമ. ഇവരൊക്കെയാണ് ഞാനൊക്കെയാണ് എല്ലാവരും പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വളരെ വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ നല്ലാതെ വലിഞ്ഞേറി വന്ന ആളാണ് സജിത്. പ്രസിഡന്റ് ആക്കണ്ടേ എന്താണ്? ഇടുക്കി സ്ഥലത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടിലേക്ക് ഇടിച്ചു കയറി വന്ന ഒരാളായിട്ടാണ്. അല്ല ഇപ്പൊ ശ്രീജിത്തേട്ട് ഇതിൽ അഭിനയിക്കുന്നുണ്ടല്ലോ, അപ്പൊ മാർക്കോ അല്ലെങ്കിൽ സുമതി വളവിന് ശേഷം ഇതിലും നിങ്ങൾ പെയറായിട്ടൊക്കെ? അല്ലല്ല, ഞങ്ങൾ യാതൊരു ബന്ധമില്ല. പക്ഷെ അഭിനയിക്കണമെങ്കിൽ ഇവര് കോംബോ ഓഫർ എടുത്തിട്ടായിരുന്നു ആ സമയത്ത് വന്നോണ്ടിരുന്നത്. അങ്ങനെ ഒരുമിച്ച് ഇപ്പം ഒന്നെടുത്താ മോനും ഫ്രീയാ. അപ്പൊ എത്രത്തോളം ഡിഫറെന്റ് ആയിരുന്നു ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്? എന്നെ സംബന്ധിച്ചോളം ടോട്ടൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ക നെഗറ്റീവ് ആണ്. ഇവരുടെ ഗ്രാമത്തിലേക്ക് പറഞ്ഞവർ ഇടിച്ചു കയറി വന്ന് ഇവരെ ഉപദ്രവിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതിനെനിക്ക് സഹായിയായിട്ട് നിൽക്കുന്ന കഥ മുഴുവൻ പറഞ്ഞു. ഞാനിത് ഭയങ്കര സർപ്രൈസ് ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് കഥാപാത്രം ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നെഗറ്റീവ് അങ്ങനെ ഒരു കഥാപാത്രമാണെന്നുള്ളത് തന്നെയാണ് ഇതിലേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് വരാനായിട്ട്. കാരണം അങ്ങനെ ഒരു പക്ക ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഞാനൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോ, അല്ല തുടക്കത്തിലാണെങ്കിൽ 2 സിനിമ ചെയ്തൊരു എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സിനിമയിലോട്ട് വരുമ്പോ ഒരു കഥ കേട്ട സമയത്ത് എന്തായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു? ഇതിലെ ഈ ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഇപ്പൊ മാർക്കോലാണെങ്കിലും കുറച്ചൊരു നെഗറ്റീവ് ഉണ്ടായിരുന്നു എന്നല്ലേ, അത് അവസാനമൊക്കെ ആയപ്പോഴേക്കും കുറച്ച് പോസിറ്റീവായി മാറി. ഇതിൽ അങ്ങനെയല്ല, ഒരു ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അത് ചെയ്യാനൊരു താല്പര്യം ഉണ്ടായിരുന്നു.